Good morning. Good morning, madam. Prayer പാട്ട് മാം. ചെയ്തോളൂ. സുരമ്യ ഞാൻ ചെയ്യാം. എന്നാ ഓക്കെ. ശരി. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയാ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും നന്മയാം നീ കടന്നിരിക്കണമേ. സൈനിന് ആരാണ്? Okay. Good morning, ma'am, and my dear friends. Today is August 6th, observed as Hiroshima Day. Hiroshima is a city in Japan. On this day in 1945, it became the first city in the world to be attacked with an atomic bomb during World War II. Thousands of lives were lost and the city was completely destroyed. Hiroshima Day reminds us of the importance of peace, non-violence, and working together to create a world without war. Let us begin our day with a prayer for peace and love among all. Okay, thought of the day. Good morning, ma'am. Good morning, my dear friends. In the thought of the day, ഞാനൊരു ചെറിയൊരു കഥ രൂപത്തിൽ പറയാം. രണ്ട് സുഹൃത്തുക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു കഥയുണ്ട്. യാത്രക്കിടയിൽ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ പേരിൽ ഒരുവൻ അപരന്റെ മുഖത്ത് ഒരു അടി കൊടുക്കുന്നു. ആ അടി കിട്ടിയവനാകട്ടെ കണ്ണുനീരോടെ അവിടെ ഇരുന്ന് കുഴിമണലിൽ ഇങ്ങനെ എഴുതി: ഇന്നെന്റെ ആത്മസുഹൃത്ത് എന്റെ മുഖത്തടിച്ചിരിക്കുന്നു. വീണ്ടും അവർ യാത്ര തുടർന്നു. മരുഭൂമിക്കൊടുവിൽ ഒരു പാറക്കെട്ടും അതിൽ കുറെ ചെളി നിറഞ്ഞ വെള്ളവും അവർ കണ്ടു. യാത്രാക്ഷീണം അകറ്റുവാൻ വേണ്ടി പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയ സുഹൃത്തുക്കളിൽ ഒരാൾ ചെളിയിൽ താഴ്ന്നു പോകാൻ തുടങ്ങി. ഉടനെ തന്നെ അപരൻ ചാടി വീണ് മുങ്ങിത്തായാൻ പോയ തന്റെ സുഹൃത്തിനെ പിടിച്ചു കയറ്റി. മുങ്ങിത്തായാൻ പോയ സുഹൃത്താകട്ടെ പരിഭ്രാന്തിയും അന്തരിപ്പും ഒന്നു മാറിയപ്പോൾ ഒരു കൂർത്ത കല്ലെടുത്ത് ആ പാറക്കെട്ടിൽ ഇങ്ങനെ കൂറിവെച്ചു: ഇന്നെന്റെ ആത്മസുഹൃത്ത് എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഭാഗ്യവശാൽ ആദ്യത്തെ തർക്കത്തിൽ ഒടുവിൽ അടികൊണ്ടതും ഇപ്പോൾ മുങ്ങിത്തായാൻ പോയതും ഒരേ ആൾ തന്നെയായിരുന്നു. അപ്പോൾ അപരൻ തന്റെ കൂട്ടുകാരനോട് ചോദിച്ചു: നീ എന്തുകൊണ്ടാണ് ആദ്യം നിന്നെ അടിച്ചപ്പോൾ അത് കുഴിമണലിലും പിന്നീട് ഞാൻ നിന്നെ മരണക്കയറിൽ നിന്നും കരകയറ്റിയപ്പോൾ അത് പാറക്കെട്ടിലും എഴുതി വെച്ചത്? അപ്പോൾ അവൻ പറഞ്ഞ മറുപടി നമ്മെ എല്ലാവരെയും ഏറെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ആരെങ്കിലും നമ്മെ വേദനിപ്പിക്കുമ്പോൾ അത് നാം കുഴിമണലിൽ കോറിയിടണം. ക്ഷമയുള്ള ഇളം കാറ്റ് വീശുമ്പോൾ അത് മാഞ്ഞുപൊക്കോളും. എന്നാൽ ആരെങ്കിലും നമുക്ക് നന്മ ചെയ്യുമ്പോൾ അത് പെട്ടെന്നൊന്നും മായാത്തതുപോലെ, കല്ലിൽ കൊത്തിയിടുന്നത് പോലെ അത് നമ്മുടെ മനസ്സിൽ കിടക്കണം. ഈ ഒരു മറുപടി പ്രിയപ്പെട്ടവരെ നമ്മെ എല്ലാവരെയും ചിന്തിപ്പിക്കണം. നമ്മുടെ ഒരു മനുഷ്യ സ്വഭാവത്തിന്റെ പ്രത്യേകത വെച്ച് ആരെങ്കിലും നമ്മെ വേദനിപ്പിക്കുമ്പോഴാണ് നാം അത് മനസ്സിൽ കൊണ്ടു നടക്കുക. അതായത് ആ കോപത്തിന്റെ തീവ്രതയിൽ പാറയിൽ കോറിയിട്ട പോലെ ആ അനുഭവം മനസ്സിൽ കിടക്കും. അതേസമയം മറ്റുള്ളവർ ചെയ്ത നന്മയെക്കുറിച്ച് നമ്മൾ ഏറെ ഒന്ന് ചിന്തിച്ചൊന്നു വരുന്നില്ല. മറ്റുള്ളവർ നമുക്ക് തരുന്ന വേദനയെ കുഴിമണലിൽ എഴുതിയിടാനും ക്ഷമയുള്ള ഇളം കാറ്റ് വരുമ്പോൾ അത് മാഞ്ഞു പോകാൻ ഇടയാകട്ടെ. മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരുന്ന നന്മകളെ പാറക്കല്ലിൽ കൊത്തിയിടാനും അത് കൂടെ ഒന്ന് നോക്കുവാനും അതനുസരിച്ച് മറ്റുള്ളവരോട് പെരുമാറാനും നമുക്ക് സാധിച്ചാൽ ഈ ജീവിതം എത്ര സുന്ദരമായി മുന്നോട്ട് പോകും.
നമ്മുടെ ജീവിതം വളരെ ചുരുങ്ങിയതല്ലേ? നമുക്ക് ചുറ്റും ധാരാളം മനുഷ്യരും നമ്മളെ വേദനിപ്പിച്ചവരും നന്മ ചെയ്തവരും നമുക്ക് ചുറ്റും പാറക്കെട്ടും പൂഴിമണലും ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളെ പൂഴിമണലിൽ എഴുതിയിടണോ അതോ പാറക്കെട്ടിൽ കോറിയിടണോ? ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാം അല്ലേ? താങ്ക് യു. ഓക്കെ. മാം ആക്ഷൻ സോങ് മാം പറഞ്ഞായിരുന്നു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ചെയ്തോളൂ കേട്ടോ. Today I am going to an action song, Walking in the Jungle. Okay, let's start. Walking in the jungle, walking in the jungle. I'm not afraid, I'm not afraid. One step, two steps, three steps forward. One step, two steps, three steps backward. Stop. Listening. What's that? It's a frog. I'm not afraid, I'm not afraid. Okay, next. Jumping in the jungle, jumping in the jungle. I'm not afraid, I'm not afraid. One step, two steps, three steps forward. One step, two steps, three steps backward. Stop. Listening. What's that? It's a monkey. I'm not afraid, I'm not afraid. Jumping in the jungle, jumping in the jungle. I'm not afraid, I'm not afraid. One step, two steps, three steps forward. One step, two steps, three steps backward. Stop. Listening. What's that? It's a rabbit. I'm not afraid, I'm not afraid. Skipping in the jungle, skipping in the jungle. I'm not afraid, I'm not afraid. One step, two steps, three steps forward. One step, two steps, three steps backward. Stop. Listening. What's that? It's a tiger. Run. Thank you, ma'am. നന്നായിരുന്നു കേട്ടോ. ഓക്കെ, സുരമ്യ ചെയ്ത പോലെ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? സ്റ്റോറി എന്തെങ്കിലും ഉണ്ടോ? റോഷ്നി, ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞായിരുന്നോ? യെസ് മാം, കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? ടീച്ചിങ് പ്രാക്ടീസ് കൊള്ളായിരുന്നു, പക്ഷെ നമ്മുടെ മെത്തേഡ് അല്ലായിരുന്നേ ഉള്ളൂ. അവര് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഈ ആക്ഷൻ സോങ്ങിനും പാട്ടിനും ഒക്കെ പ്രത്യേകം OG പീരീഡ് അങ്ങനെ ഉള്ളായിരുന്നു. ആണല്ലേ? ആണ്. അതായത് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു, കുട്ടികളൊക്കെ നല്ലതായിരുന്നു. ഓക്കെ. ജെറുഷ എന്താ ചെയ്തിരിക്കുന്നേ? ജെറുഷയാണ് ഇപ്പൊ കമന്റ് ചെയ്തത് ഇവിടെ. മഹാത്മാഗാന്ധി. ഞാൻ പറഞ്ഞ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയാമെന്ന്. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. പറഞ്ഞോട്ടെ മാം? ഓക്കെ. Mahatma Gandhi, known as the father of the nation, was one of the greatest leaders of India's freedom struggle. He believed in the principles of truth and non-violence through movements like the Non-Cooperation Movement, Gandhi March, and Quit India Movement. He inspired millions to fight for independence peacefully. His simple life, strong will, and moral courage continue to inspire people all over the world.
Gandhi's vision teaches us that real strength lies in peace, unity, and justice. Famous quote: the best way to find yourself is to lose yourself in the service of others. Mahatma Gandhi's full name is Mohandas Karamchand Gandhi. Father Karamchand Gandhi, mother Putlibai Gandhi, wife Kasturba Gandhi, children Harilal Gandhi, Manilal Gandhi, Ramdas Gandhi, Devdas Gandhi. Mahatma Gandhi was born on 2nd October 1869 in Porbandar, Gujarat, and he died on 30 January 1948 in New Delhi, India. Okay, very good. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? റിലീജിയസ് ഗ്രൂപ്പ്സ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ മാനേജ്മെന്റ് പറഞ്ഞായിരുന്നോ? റിലീജിയസ് റിലീജിയസ് പറഞ്ഞായിരുന്നു മാം, കമ്മ്യൂണിക്കേഷൻ പറയാനുണ്ട്. ഓക്കെ, ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ മാനേജ്മെന്റ്. യെസ് മാം, ഞാൻ റീഡ് ചെയ്യാം. ആ. Communication with the management. The teacher should not contact the top management, often even with her prompt superior. Daily duty is to wish in the morning and get permission while parents. അത് read ചെയ്യണം മാം, പാരന്റ്സ്. എന്താണ് പിന്നെ അടുത്ത ഹെഡിങ് ആ പാരന്റ്. ഇത് പറഞ്ഞാൽ മതി, കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ മാനേജ്മെന്റ്. എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആ ഓക്കെ മാം. ടീച്ചറിന് മാനേജ്മെന്റ്, ടോപ്പ് മാനേജ്മെന്റുമായിട്ട് വലിയ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഡെയിലി ഡ്യൂട്ടീസ് വിഷ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഗെറ്റ് പെർമിഷൻ വൈൽ. അത് അവരുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ മോർണിംഗ് ആൻഡ് അതെന്തോ മാം? പെർമിഷൻ വൈൽ രാവിലെ തൊട്ടുള്ള ഡ്യൂട്ടികളെ ഉണ്ടായിരിക്കത്തോളം എന്നാണോ? അത് നമ്മുടെ ആ സെന്റൻസ് കംപ്ലീറ്റ് അല്ല മാം, വൈല് വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. ലീവിംഗ് ഫ്രം ദ സ്കൂൾ ഇല്ല. ഓക്കെ ഓക്കെ, അതിനകത്ത് എറർ ഉണ്ടല്ലേ? മാമിന്റെ PDF-ലുണ്ട്, ഞങ്ങളെ ടെക്സ്റ്റിലില്ല. ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ. ഓക്കെ, വേറെ ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം? മാനേജ്മെന്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടീച്ചറിന് എപ്പോഴും കോണ്ടാക്ട് ചെയ്യോ? എപ്പോഴും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ടോ ടീച്ചേഴ്സ് മാനേജ്മെന്റുമായിട്ട്? ഇല്ല മാം. എപ്പോഴും ആരുമായിട്ടാണ് എപ്പോഴും കോണ്ടാക്ട് ഉള്ളത് ടീച്ചറിന് സ്കൂളില്? ഓക്കെ. പിന്നെ അവരുടെ ഡെയിലി ഡ്യൂട്ടീസിൽ വരുന്ന കാര്യങ്ങൾ എന്താണ്? വിഷ് ചെയ്യാന്നുള്ളതാണ് അല്ലെ? ഇപ്പൊ മോർണിംഗിൽ കാണുമ്പോൾ വിഷ് ചെയ്യുക, അതുപോലെ തന്നെ ഈവനിങ്ങില് പോകുമ്പോൾ, അതായത് ആ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ പെർമിഷൻ ചോദിക്കുക. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പാരന്റ്സ് ആണ് കേട്ടോ. ഓക്കെ, ആദ്യം നിങ്ങളൊന്ന് മൈൻഡിൽ റീഡ് ചെയ്യുക, എന്നിട്ട് ഞാൻ ഒരാളെ കൊണ്ട് വായിപ്പിക്കാം. മാം, ഇപ്പൊ അടുത്തത് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ മാനേജ്മെന്റ് ടൈപ്സ് ഓഫ് മാനേജ്മെന്റിൽ വരുന്നതല്ലല്ലോ, സെപ്പറേറ്റ് ഒരു പോയിന്റ് ആണ്. അത് സെപ്പറേറ്റ് ആണ് കേട്ടോ. അവിടെ ഡി എന്ന് കൊടുത്തത് കണ്ടോണ്ട് ഡി ആണ് കൊടുത്തിരിക്കുന്നത്. വേണ്ട, അത് കാര്യമൊക്കെ ഉണ്ട്, നിങ്ങളത് സെപ്പറേറ്റ് ആണ്.
വായിച്ചു കഴിഞ്ഞാൽ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, രേഷ്മ രമേശ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത പാരന്റ്സ്. Parents. Modern educational management feels like parents as customers. So teachers should have to be calm and polite even if the parents shout or use these words. The teacher should not lose temper. Teacher should avoid meeting the parents or discussing with the parents anywhere outside of the school. Even in the school, she should not yield to any undue expectations of the parents. Many times parents are communicated by the management. Many times parents are communicated by the management through the teacher only, while carrying the instructions of the management to the parents. Teacher should not add her own private opinion. Only decisions of the management should have to be dispatched to the parents, not all the discussions. മോഡേൺ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ പാരന്റ്സ് ഒരു കസ്റ്റമർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ടീച്ചർ എപ്പോഴും പാരന്റ്സിന്റെ അടുത്ത് കാമായിട്ട് വേണം ഇടപെടാൻ വേണ്ടിയിട്ട്. പാരന്റ്സ് ഏത് വിധത്തിൽ അവരെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ഷൗട്ട് ചെയ്താലും ടീച്ചേഴ്സ് എപ്പോഴും കാമായിട്ടിരിക്കണം. ടീച്ചർ ഒരിക്കലും പാരന്റ്സിനോട് ദേഷ്യപ്പെടരുത്. പിന്നെ അടുത്തത് പാരന്റ്സുമായിട്ട് വേറെ ഒരു തരത്തിലും പുറത്ത് വെച്ചിട്ടോ ഉള്ള സംസാരങ്ങൾ ഉണ്ടാവരുതെന്നാണ് മാം. അതെ അതെ, ഔട്ട്സൈഡില് പുറത്ത് വെച്ചിട്ടുള്ള മീറ്റിംഗ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ പാടില്ല. പാരന്റ്സുമായിട്ട് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ മാം. അടുത്ത സെന്റൻസ് എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല. ഈവൻ ഇൻ ദ സ്കൂൾ ഷുഡ് നോട്ട് ഈൽഡ് ടു എനി അൺഡ്യൂ എക്സ്പെക്ടേഷൻസ് ഓഫ് ദ പാരന്റ്സ്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇപ്പൊ പാരന്റ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലെ, മാതാപിതാക്കളെ കുറിച്ചിട്ടാണ് പറയുന്നത്. മോഡേൺ എഡ്യൂക്കേഷൻ മാനേജ്മെന്റിൽ, അതായത് നമ്മുടെ പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് പാരന്റ്സിനെ കസ്റ്റമർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലെ. മുമ്പ് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാല് അങ്ങനെയല്ലായിരുന്നു. എന്ന് വെച്ചാല് ചിലപ്പോ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ വിളിപ്പിക്കും അല്ലെ, സ്കൂളിലേക്ക് പാരന്റ്സിനെ വിളിപ്പിക്കും. അപ്പൊ പാരന്റ്സ് പേടിച്ചിട്ടാണ് അന്ന് അവരുടെയൊക്കെ മുമ്പിൽ നിന്നിരുന്നത്. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാണ്. കാരണം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആണ്, ഒരുവിധം എല്ലാ പാരന്റ്സും തന്നെ എഡ്യൂക്കേറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയാ പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് കുട്ടികളെ അതുപോലെ തന്നെ പാരന്റ്സിനെ ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു പുതിയ സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർ, നമ്മളിപ്പോ ഒരു ഷോപ്പിൽ എങ്ങനെയാണ് നമ്മൾ ഒരു സാധനം മേടിക്കാനായിട്ട് പോകുന്നത്, അവിടെ എങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് എവിടെയും ട്രീറ്റ് ചെയ്യുന്നത്, സ്കൂളിലും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോ കസ്റ്റമർ ആയിട്ടാണ് പാരന്റ്സിനെ മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ടീച്ചറിന് കുറച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പാരന്റ്സ് ചിലപ്പോ ടീച്ചേഴ്സിനെ ഷൗട്ട് ചെയ്യാം, എന്തെങ്കിലും കാര്യത്തിന് ചിലപ്പോ മോശം വാക്കുകൾ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ദേഷ്യപ്പെടാം, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ ടീച്ചർ പരമാവധി ക്ഷമിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതായത് ഔട്ട്സൈഡ്, അതായത് സ്കൂളിന് പുറത്ത് പല സ്ഥലത്ത് വെച്ചിട്ട് ചിലപ്പോൾ പാരന്റ്സും അതുപോലെ ടീച്ചേഴ്സും ഒക്കെ മീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്നാണ് പറയുന്നത്. അതായത് കൂടുതൽ കുട്ടികളെ കുറിച്ചുള്ള കാര്യങ്ങള് സ്കൂളിന് പുറത്ത് വെച്ച് ഡിസ്കസ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ അനുവദിക്കുന്നതല്ല. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു പാരന്റ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പാരന്റ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് ടീച്ചേഴ്സ് വഴിയാണ്. ഓക്കെ, ടീച്ചേഴ്സ് വഴിയാണ് കോണ്ടാക്ട് കൂടുതൽ നടക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് മാനേജ്മെന്റ് പാരന്റ്സിനോടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ടീച്ചേഴ്സ് വഴിയാണ് അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. മാനേജ്മെന്റിന് എന്താണോ പറയാനുള്ളത് അത് ടീച്ചേഴ്സ് വഴിയായിരിക്കും പറഞ്ഞു വിടുന്നത്. അപ്പോ ഇവിടെ ടീച്ചർ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം മാനേജ്മെന്റ് എന്താണോ പറയുന്നത് അത് അതുപോലെ തന്നെ ചെന്ന് എന്ത് ചെയ്യണം, കുട്ടികളോട് പറയണം. ഓക്കെ, കുട്ടികള് ഇത് പാരന്റ്സിനോട് പറയും. ഓക്കെ, രണ്ട് രീതിയിലുണ്ട്. മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ടീച്ചേഴ്സിന് പറയാം, മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് അറിയിക്കാം. അല്ലെങ്കിൽ കുട്ടികൾ വഴി അല്ലെങ്കിൽ സ്റ്റുഡൻസ് വഴിയിട്ട്
പാരന്റ്സിന് ചില കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാവുന്നതാണ്. അപ്പൊ മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ടീച്ചേഴ്സ് ഇവിടെ പറയേണ്ടത്. ടീച്ചേഴ്സിന് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇവിടെ കൂട്ടിച്ചേർക്കാനായിട്ട് പാടില്ല. അതൊരു മോശം ഇമേജ്, ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇടയാക്കും, അല്ലെ? ഇപ്പൊ മാനേജ്മെന്റ് ഒരു കാര്യം പറഞ്ഞു പാരന്റ്സിനോട് ഇൻഫോർമേഷൻ പാസ് ചെയ്യാനായിട്ട്, അത് കുട്ടികൾ മുഖാന്തരമാണ് ടീച്ചർ പറയുന്നത്. അപ്പൊ കുട്ടികളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ടീച്ചറുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ മാനേജ്മെന്റിനെ മോശം രീതിയിൽ ചിത്രീകരിക്കുവാണെങ്കിൽ അത് ആ കുട്ടികൾക്കും അതുപോലെ തന്നെ ആ കുട്ടികളുടെ പാരന്റ്സിനും ഒരു ബാഡ് ഇമേജ് ആണ് ആ സ്കൂളിനെ കുറിച്ച് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എന്താണോ പറയുന്ന കാര്യങ്ങൾ അത് അതുപോലെ തന്നെ, അതിനകത്ത് ഒരു വേർഡ് കളയുകയോ ഒരു വേർഡ് കൂട്ടിച്ചേർക്കാനോ പാടില്ല. അതിനർത്ഥം അവരുടേതായിട്ടുള്ള ഒപ്പീനിയനും കൂടെ അതിനകത്ത് ചേർത്തു എന്നുള്ളതാണ്. ആരുടെ? ടീച്ചേഴ്സിന്റെ ഒപ്പീനിയൻ കൂടി. അപ്പൊ അത് പാടില്ല. മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക? പാരന്റ്സിനെ അറിയിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ അറിയിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, then അടുത്തത് ചിൽഡ്രൻ. ചിൽഡ്രൻ ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. റീഡ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യാം. ഇല്ല, കുഴപ്പമില്ല കേട്ടോ. എക്സ്പ്ലനേഷൻ ഇംഗ്ലീഷിൽ പറയാം. ജെറുഷ എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ചിൽഡ്രൻ വായിച്ചു കഴിഞ്ഞെങ്കിൽ. Okay, ma'am. Okay. പറയട്ടെ മാം? പറഞ്ഞോളൂ. ഇംഗ്ലീഷിലാണ്. First point, the aim of the teaching profession itself is to communicate with the children, meaning the main job of a teacher is to communicate with the children. At the same time, we should note that parents are also watching their children regularly. However, teachers should also remember that parents learn about teachers through their children, since they observe and report things to their parents. Third point, so whenever the teacher wants to communicate the children by oral or written, she should feel that the parents are in the back. So when a teacher talks to children either by speaking or writing, she should imagine that the parents are listening too. Fourth one,
Not only her words but also all her activities, including about her dress. The information is being informed to the parents by the children. Not just words, but the teacher's dress, actions, and overall behavior are also noticed by children and shared with parents. Fifth point, so she should have to be careful not only in written statements and oral statements but also in behavior to the children. Therefore, teachers should be careful and responsible in everything, both in what they say and how they behave. And last point, when the teacher is writing a short note, she is communicating with her parents only. Even a short written note by the teacher might reach the parent, so she should write as if she is communicating with the parent directly. In simple words, teachers should always act and speak carefully with children because children share everything with their parents. So it's like the parents are always watching. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് ചിൽഡ്രനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ടീച്ചിങ് പ്രൊഫഷന്റെ എയിം എന്ന് പറയുന്നത് ചിൽഡ്രനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ, അവരുമായിട്ട് ആശയവിനിമയം നടത്തുക അല്ലെങ്കിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അറ്റ് ദ സെയിം ടൈം നമ്മള് ചിൽഡ്രനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് പാരന്റ്സ് വാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അത് സ്ഥിരമായിട്ട് റെഗുലർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് ചിൽഡ്രൻസിനോട് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചിൽഡ്രൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, പിറകിൽ നിന്നുകൊണ്ട് പാരന്റ്സ് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ ചിലപ്പോ ഓറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, എന്തായാലും അത് പാരന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇപ്പോ ടീച്ചേഴ്സ് ചില കാര്യങ്ങള് ചില ആക്ടിവിറ്റീസ് ചെയ്യാം അല്ലെ, എന്തെങ്കിലും എന്താ പറയാ എന്തെങ്കിലും കാര്യങ്ങൾ ക്ലാസ് റൂമിൽ ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫോർമേഷൻ പാസ് ചെയ്യുക, ഇതൊക്കെ കെയർഫുൾ ആയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് കുട്ടികൾ എന്ത് ചെയ്യും, അവരുടെ മനസ്സിലേക്ക് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, വൈകുന്നേരം ആവുമ്പോൾ വീട്ടിൽ ചെന്നിട്ട് പാരന്റ്സിനോട് ഡിസ്കസ് ചെയ്യും. അമ്മേ അക്കാര്യങ്ങൾ പറഞ്ഞു, ടീച്ചർ ഇന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ടീച്ചർ ഈ ഡ്രസ്സിലാണെന്ന് വന്നത്, നല്ല ഭംഗിയുണ്ടായിരുന്നു, ടീച്ചർ മുടിയിൽ ഒരു ക്ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ആര് വാച്ച് ചെയ്യുന്നുണ്ട്, കുട്ടികൾ വാച്ച് ചെയ്യുന്നുണ്ട്. ഇതെന്ത് ചെയ്യും അവര്, അതുപോലെ തന്നെ ചെന്ന് പാരന്റ്സിനോട് അവരുടെ അച്ഛനമ്മമാരോട് പറയും. അപ്പോ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും അവര് പലവിധ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങളായാലും അതല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ് ആയാലും ഒക്കെ എന്ത് ചെയ്തിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ. അപ്പോ പാരന്റ്സിന് എന്ത് ചെയ്യേണ്ട, ഡയറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്, അവര് വഴി ഓരോ ടീച്ചർമാരുടെയും ക്യാരക്ടറും അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും അവര് പഠിപ്പിക്കുന്ന രീതിയും അവർ പറയുന്ന കാര്യങ്ങളും. ഇപ്പൊ ഒരു മോശം വാക്ക് ഒരു ടീച്ചർ പറഞ്ഞു എന്ന് വിചാരിക്കാം, ഉടനെ തന്നെ എന്ത് ചെയ്യും, കുട്ടി അത് ചെന്ന് കുട്ടിയുടെ അച്ഛനോടും അമ്മയോടും പറയും. ഓക്കെ. അപ്പോ അവരെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പാരന്റ്സിന് സാധിക്കും. ഓക്കെ. അപ്പൊ ചിൽഡ്രനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണല്ലേ. ഓക്കെ, ഞാനൊരു 10 മിനിറ്റ്സ് സമയം തരാം. ഇതിന്റെ സമ്മറി ഒന്ന് എഴുതണം കേട്ടോ നിങ്ങള്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മനസ്സിലായതെന്ന് 10 മിനിറ്റ് സമയം തരാം. അതിനുള്ളിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ ഷോർട്ട് ആയിട്ട് സമപ്പ് ചെയ്താൽ മതി. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ആ, ഒരു സമ്മറി പോലെ കമ്മ്യൂണിക്കേഷൻ ചാപ്റ്റർ ഫുള്ളായിട്ട് കമ്മ്യൂണിക്കേഷൻ എഴുതാനാണോ മാം അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാനാണോ? എഴുതണം. എഴുതിയിട്ട് ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാം. എഴുതിട്ടോ, ആദ്യം എഴുതൂ. ആ, ഇംഗ്ലീഷിൽ തന്നെ, ഇംഗ്ലീഷിൽ.
എഴുതി കഴിഞ്ഞവര് പറയണം കേട്ടോ. റോഷ്നി കഴിഞ്ഞോ? ഷോർട്ടായിട്ട് മാം. ഒന്ന് റീഡ് ചെയ്യാവോ? ഓക്കെ മാം. ഒത്തിരി ഉണ്ട്, ഇച്ചിരി ഷോർട്ടായിട്ട് എഴുതിയേക്കും. ഓക്കെ. ഓക്കെ. Communication. Communication means passing the information to others. Example, parents, co-teachers, administration, and so on. Communication and language. Communication and teaching are related. Communication cycles that include sender, message, channel, feedback, and etc. Sender is the source of the communication. In code, the ideas are translated into a code or set of symbols. Message is the person's physical product, spoken words. Next one, channel. The channel is the medium. Next, decode, and then feedback. Sender may create noise if discern and event incorrectly. Next one, step of communication. The words communication derived from the Latin words community, which means common. And then components in communication. Communication is always made with some purpose. Next one, classroom communication. First one, speaking and listening, visualizing and observing, writing and reading. Varieties of classroom communication. In classroom, teaching is done through the following varieties of communication. First one, lecture-based communication, discuss-based communication, group-based communication, task-based communication, minimum or no communication. Next one, personal or individual communication, group communication, mass or public communication. Examples, medias. Next one, teachers communication triangle that include management, children, teacher, and parent. The management, master and the servant. Sorry, ma'am. The relationship between teacher and the management. First one, master and the servant. Second one, leader and the followers. The management, first one, single person. Second one, associates, say religious group. Communication with the management, that includes parents and children. That's all, ma'am. ഇനി ആരാണ് വായിക്കാനുള്ളത്? എഴുതി കഴിഞ്ഞവര് റീഡ് ചെയ്യാട്ടോ. മാം ഞാൻ എടുക്കാൻ. Okay. Communication. In this chapter, we are discussing about the communication in detail. First, we are discussing about the communication cycle. It contains the senders who send a message. The message means the content. And a channel means what through. And last, the receiver who receive the message. The Berlow model is little expanded form of this communication. Then we are discussing about the steps of communication. Next is classroom communication. There are 3 types of communication. First one, speaking and listening. Second one, visualization and observing. Third one, writing and reading. Next is varieties of classroom communication. In varieties of classroom communication, we are discussing about the lecture-based communication. Second one, discuss-based communication. Third one, group-based, and the fourth one, task-based communication, and minimum or no communication.
In this communication, we are discuss about a communication triangle. It contains children, parents, and management, and teacher. The management relationship between the teacher and management is a leader and follower communication. Next one, we have discussed about management. There are three types of management: single person management, association management, and religious group management. Then we will discuss about the communication with the management. Next one is parents and children. In this, മാം ഞാനത് എഴുതിയിട്ടില്ല, പറയുന്നേ ഉള്ളൂ, അതെനിക്ക് കിട്ടാത്തത്. In this content, we are discuss about how management treat parents like and how teachers treat children and their parents, and how teacher അയ്യോ അതെനിക്ക് കിട്ടുന്നില്ല മാം. Then അമൃത എഴുതിയായിരുന്നോ? Yes, ma'am. റീഡ് ചെയ്യാവോ? Okay. In this chapter, we learned about the communication widely. Communication means passing the information. It will be in the form of symbol or in the word of gesture. We studied about the communication cycle. First, sender will pass the message and the receiver will give the feedback to the sender. It's a cycle. And there will be noise sometime in between the encoding and decoding time. The word communication is derived from the Latin word community, which means common. Communication between the teacher and students are classroom communication. It will be like speaking and listening. First, teacher will speak the message and the children will be listening. Then the second one is visualizing and observing. And the third one is writing and reading. And there are so many types of classroom communication, like lecture-based communication, discuss-based communication, and group-based communication, task-based communication, and the minimum or no communication. And generally, communication is we can classify it into three. The first one is personal communication, and the second one is group communication, and the third one is mass communication. Most of the case, teachers can't do the public communication. And next, we studied about the communication triangle, which include management, children, and parent. Next, we learned about the management. Nowadays, in our schools, leader and followers kind of management is following. And there are varieties of management are there. First one is single person management. The next one is associations. And the third one is religious group. That one. ma'am. ഓക്കെ. ഇനി ആരാണ് വായിക്കാനുള്ളത്? നെക്സ്റ്റ് വൺ. എല്ലാവരോടും ആണ് എഴുതാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ വായിക്കാം മാം. ആ. Communication. Communication means passing the information to others. Communication cycle can be explained with the Shannon-Weber model as 1948. They are include for sender, message, receiver, channel, and feedback. Message is an information sent from one person to another. It can be spoken or written or sent electronically. The Berlon's models are included for sender, encoding, message, channel, decode, receiver, feedback, and noise. Classroom communication are three types. First one, speaking and listening. Second one, visualizing and observing. Third one, writing and reading. In the classroom, teaching is done through the following varieties of communication. First one, lecture-based communication. Second one, discuss-based communication. Third one, group-based communication. Fourth one, task-based communication. And last one, minimum or no communication. Communication is actually three types. First one, personal or individual communication. Second, group communication. Third one,
mass or public communication. The teacher communication triangle is teacher, the sender, and then top management, and the right side parent, and the left side children. The relationship between the teacher and the management may be like master and the servant, second one leader and followers. The leader and followers method is useful for this time. And the managements are single person, associations, religious group. The next to the topic of parents and children. Parents is responsibility of the topic of parents includes the responsibility of the teacher. And then children, the children are watched to the teacher, and the teacher should carefully. Okay, ma'am. ഇനി ആരെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ റീഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ജെറുഷ റീഡ് ചെയ്തില്ലല്ലോ. ജെറുഷ ma'am. റീഡ് ചെയ്യാവോ? Okay, ma'am. What is communication? Communication is the process of exchanging ideas, thoughts, or information between two or more people to understand each other. What is language? Language is a tool used for communication. It can be spoken, written, or expressed through body language, gestures, facial expressions, etc. Example, we use English, Malayalam, Hindi, or Science to communicate. Communication cycle. The communication cycle shows how communication works step by step. First, sender. The person who starts the message. Second, message. What the sender wants to say. Third, encoding. Changing the message into words, signs, or symbols. Fourth, medium or channel. How the message is sent, spoken, written, etc. Fifth, receiver. The person who receives the message. Sixth, feedback, the response given by the receiver. Steps of communication. These are the basic steps in any communication: idea, encoding, transmission, receiving, decoding, feedback. Components of communication. Main components involved in communication are sender, message, medium, receiver, feedback, noise. There are three types of classroom communication. First, speaking and listening. Second, visualizing and observing. Third, writing and reading. Varieties of classroom communication. Lecture-based communication. Discuss-based communication. Third, group-based communication. Fourth, task-based communication. And fifth, minimum or non-communication. Okay. Very good. Okay, then next നമുക്കൊന്ന് നോക്കാം. അടുത്ത ചാപ്റ്റർ ആണ് ഡെവലപ്മെന്റ് പ്രൊഫൈൽ. എടുത്തായിരുന്നു നിങ്ങൾക്ക് ആരെങ്കിലും? ഇല്ലല്ലോ. ഇല്ല മാം. ഇല്ല. ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്യട്ടോ എല്ലാവരും. മൈൻഡിൽ റീഡ് ചെയ്യുക ഫസ്റ്റ് പാര.
ഓക്കെ, എന്താണ് ഡെവലപ്മെന്റ് പ്രൊഫൈല്? വായിച്ചിട്ട് എന്താ മനസ്സിലായത്? ഒരു കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, ലാംഗ്വേജ് വൈസ് എല്ലാ തരത്തിലും ആ കുട്ടി എങ്ങനെ ഇമ്പ്രൂവ് ആവുന്നുള്ള റിപ്പോർട്ട് ചെയ്ത് വെക്കുന്നതാണ്. ആ, അതായത് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് അറിയുന്നതിന് വേണ്ടിയിട്ട്, ഓവറോൾ ഡെവലപ്മെന്റ്, അതിനകത്ത് എല്ലാ കാര്യങ്ങളും പെടും കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം അതൊക്കെയാണെന്ന്. അപ്പോ ഇത്തരം കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഡെവലപ്മെന്റ് പ്രൊഫൈല് സഹായിക്കും എന്നാണ് പറയുന്നത്. അത് പാരന്റ്സിനായാലും ടീച്ചേഴ്സിനായാലും കുട്ടികളെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് റിപ്പോർട്ട് കാർഡ് സഹായിക്കും. ഉണ്ടോ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ റിപ്പോർട്ട് കാർഡ് ഉണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്? അവര് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ അവര് എന്തെങ്കിലും സ്പോർട്സ് പരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. പിന്നെ അവരെ നീറ്റ്നെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു കാർഡ് ഉണ്ട്. എന്റെ മോൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ. ഓക്കെ. അവർ ഈവൻ സ്കൂളിൽ നിന്ന് ഫുഡ് പ്രോപ്പർ ആയിട്ട് കഴിക്കുന്നുണ്ടോ എന്ന് പോലും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാം. ഓരോന്നിന് യെല്ലോ, ഓറഞ്ച് അങ്ങനെ ഓരോ സ്മൈലി ഉണ്ടാവും. അപ്പൊ നമുക്ക് പോയാൽ നമുക്കത് തരും. അറ്റൻഡൻസ്, ക്ലാസ് ബിഹേവിയർ ഒക്കെ ഉണ്ടാവും. എല്ലാം ഉണ്ടാവും അല്ലേ. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോൾ അതൊന്ന് എടുത്തു വെക്കാൻ പറ്റുമോ? കൊടുത്തു വരണോ? എല്ലാ ദിവസവും കൊടുത്തു വരണോ കുട്ടിക്ക്? എന്റെ മോള് അവര് സ്കൂളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ വീക്കില് ഇങ്ങനെ കൊടുത്തുവിടും. കൊടുത്തുവിടും അല്ലേ. ഈ മാസം എന്തെങ്കിലും ആണ് കൊടുത്തുവിടല്. എന്നിട്ട് നമ്മൾ എത്രത്തോളം ഫോളോ ചെയ്യുന്നുണ്ട്, നമുക്ക് എന്തൊക്കെ അവർക്ക് ഇമ്പ്രൂവ്മെന്റ് കൊടുക്കണം എന്ന് വെച്ചാല് അതൊക്കെ നമ്മോട് ചെയ്യാൻ പറയും. നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിന്റെ ഫോട്ടോ ഒന്ന് എടുത്തു വെക്കാമോ? എല്ലാവരും തന്നെ ഉള്ളവരെന്ത് ചെയ്യാ, ഫോട്ടോ ഒന്ന് എടുത്തു വെക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പോ ഈ ചാപ്റ്റർ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പെട്ടെന്ന് തീരും, അധികം ലെങ്ത് ഉള്ള ചാപ്റ്റർ ഒന്നുമല്ല, വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഒന്ന് വായിച്ചിട്ട് വരിക അടുത്ത ക്ലാസ്സിൽ വരുമ്പോ. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ആരാണ് പറയുന്നേ? Ma'am, Yana. ഓക്കെ. As we come to the okay, ma'am. As we come to the end of today's class, here is a short story: The Ant and the Dove. One day, an ant was drinking water from a river. Suddenly, it slipped and started to drown. A dove sitting on a tree saw this. She quickly dropped a leaf into the water. The ant climbed on the leaf and was saved. Later, a hunter came to catch the dove. The ant saw this and bit the hunter's foot. The hunter shouted in pain, and the dove flew away safely. Moral of the story: always help others. Kindness comes back to you. Thank you and have a joyful day ahead. Thank you, ma'am. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. മാം, കമ്മ്യൂണിക്കേഷൻ അല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിംഗ് പ്ലാനിങ്ങിന്റെ ഒന്ന് ഇത് മോക്ക് ടെസ്റ്റ് ഒന്നും ഇട്ടില്ലായിരുന്നു. ഇട്ടേക്കാം, രണ്ടിന്റെ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ മാം. താങ്ക്